കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാളികളെ ചിരിപ്പിച്ചും കരയിച്ചും നൊമ്പരപ്പെടുത്തിയും ആഹ്ലാദിപ്പിച്ചുമൊക്കെ രസിപ്പിച്ചിട്ടുള്ള നടന്മാരിൽ പ്രധാനപ്പെട്ട 15 പേരുടെ ഏറ്റവും മികച്ച സീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ എപ്പിസോഡിൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടന്റെ സിനിമകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മമ്മൂക്കയുടെ ആരാധകർ ഒട്ടും വിഷമിക്കേണ്ട, അടുത്ത വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ലാലേട്ടന്റെ മികച്ച സീനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. അത്രമാത്രം മികച്ച രംഗങ്ങളാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. ലാലേട്ടൻ അഭിനയിക്കുന്ന സീനുകൾ നമുക്ക് സിമ്പിൾ ആണെന്ന് ചിലപ്പോൾ തോന്നിയേക്കും. പക്ഷേ അതേ സിനിമ മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുമ്പോഴാണ് അതൊന്നും അത്ര സിമ്പിൾ ആയിരുന്നില്ല എന്ന് മനസ്സിലാകുന്നത്. അനായാസമായി ലാലേട്ടൻ ചെയ്തു വെച്ച പല സീനുകളും അന്യഭാഷാ നടന്മാർ വളരെ മോശമാക്കിയിട്ടുള്ളത് മലയാളികൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സീനുകൾ തിരഞ്ഞെടുക്കാൻ അല്പം പ്രയാസമാണ്. എന്നിരുന്നാലും ഏറ്റവും മികച്ചതായി തോന്നിയിട്ടുള്ള ലാലേട്ടന്റെ 5 സീനുകളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് സതയം എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ് സീനുകളിലൊന്നാണ്. ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് 2 പെൺകുട്ടികളെ മോഹൻലാലിന്റെ കഥാപാത്രമായ സത്യനാഥൻ കൊലപ്പെടുത്തുന്ന രംഗം. വേശ്യാവൃത്തിയിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതയുള്ള കുട്ടികളെ ആ അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ കഴുത്തു ഞെരിച്ചു കൊല്ലുന്ന സമയത്ത് ഉന്മാദിയായ സത്യനാഥനെ മാത്രമേ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കൂ. ഒരു നിമിഷം പോലും മോഹൻലാൽ എന്ന നടനോ വ്യക്തിയോ ആ രംഗത്ത് കടന്നു വരില്ല. ആ നിമിഷം സത്യനാഥന്റെ കണ്ണിൽ മിന്നിമറയുന്ന ഭാവങ്ങൾ വിവരിക്കാനാവില്ല. പ്രേക്ഷകരെ അത്ഭുതത്തിന്റെയും അമ്പരപ്പിന്റെയും മുൾമുനയിൽ നിർത്താൻ പ്രഹരശേഷിയുള്ള മാജിക്കാണ് സത്യനാഥനായി ലാലേട്ടൻ കാഴ്ചവെച്ചത്. താൻ എഴുതിയതിനേക്കാൾ മുകളിൽ പോയ ഒരേ ഒരു കഥാപാത്രം സതയത്തിലെ സത്യനാഥനാണെന്ന് സാക്ഷാൽ MT വാസുദേവൻ നായർ തന്നെ പറഞ്ഞിട്ടുണ്ട്. തന്റെ പേനയേക്കാൾ സത്യനാഥന്റെ വികാരങ്ങളെ ആർക്കും പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്ന തോന്നൽ തെറ്റാണെന്ന് മോഹൻലാൽ തെളിയിച്ചു എന്നായിരുന്നു MTയുടെ വാക്കുകൾ. അയാൾ ചിരിക്കുകയായിരുന്നോ കരയുകയായിരുന്നോ അതോ അതിനിടയിലുള്ള വേദനകളിലായിരുന്നോ എന്നത് അയാൾക്ക് മാത്രം അറിയാമായിരുന്ന കാര്യമാണെന്ന് കൂടി MT പറയുന്നുണ്ട്. ഒരു സാധാരണ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടാണ് ആ കഥാപാത്രത്തെ സൃഷ്ടിച്ച എഴുത്തുകാരനെ തൃപ്തിപ്പെടുത്താൻ എന്ന് ഊഹിക്കാമല്ലോ. അക്കാര്യത്തിൽ മോഹൻലാൽ എന്ന നടൻ പൂർണ്ണ വിജയമായ നിമിഷമാണത്. MTക്ക് മികച്ച തിരക്കഥാകൃത്തിനുള്ള നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് സതയം. സത്യനാഥൻ തൂക്കിലേറ്റപ്പെടുന്നതാണ് സിനിമ വിജയിക്കാതെ പോയതിന്റെ കാരണമെന്ന് പലരും അഭിപ്രായപ്പെട്ടതായി സംവിധായകൻ സിബി മലയിൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആ കഥാപാത്രം ജയിലിൽ ചാടി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ പടവും രക്ഷപ്പെട്ടേനെ എന്ന് പറഞ്ഞ പ്രേക്ഷകന് സിബി മലയിൽ നൽകിയ മറുപടി തന്റെ ആ കഥാപാത്രം അങ്ങനെ ചെയ്യില്ല എന്നതായിരുന്നു. സംവിധായകന്റെ ആ ഉറപ്പ് തന്നെയാണ് വർഷങ്ങൾക്കിപ്പുറവും സത്യനാഥനെ പ്രേക്ഷകരുടെ നെഞ്ചിലെ വിങ്ങലാക്കി അവശേഷിപ്പിക്കുന്നത്. അടുത്തത് ഇരുവർ എന്ന ചിത്രത്തിലെ സീനാണ്. ഇരുവരിലെ ഏതൊക്കെ രംഗങ്ങളാണ് എടുത്തു പറയേണ്ടത് എന്ന് പോലും സംശയം തോന്നിപ്പിക്കുന്ന തരത്തിൽ ഓരോ ഷോട്ടുകളിലും ലാലേട്ടൻ അതിശയിപ്പിച്ചിട്ടുണ്ട്. ഇരുവരിലെ ആനന്ദൻ എന്ന കഥാപാത്രം പല സമയത്തും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നുണ്ട്. സൂക്ഷ്മാഭിനയത്തിന്റെ മനോഹാരിത എടുത്തുകാട്ടുന്ന രംഗങ്ങൾ ചിത്രത്തിൽ ഉടനീളമുണ്ട്. അധികാരം മനുഷ്യരിൽ വരുത്തുന്ന മാറ്റത്തെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഇരുവരിൽ 30 സെക്കൻഡിനുള്ളിൽ നവരസങ്ങൾ ലാലേട്ടന്റെ മുഖത്തുകൂടി മിന്നിമാഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. പ്രകാശ് രാജിനോടൊപ്പമുള്ള രംഗമാണത്. ആനന്ദൻ എന്ന പുതുമുഖ നടൻ തമിഴ് ചെൽവൻ എന്ന സുഹൃത്തിനെ സിനിമയുടെ നിർമ്മാതാവിനും സംവിധായകനും പരിചയപ്പെടുത്തുകയാണ്. ശേഷം സംവിധായകൻ ഒരു ഗാനരംഗത്തിന്റെ സന്ദർഭം വിവരിക്കുന്നതും അതിന് ഞൊടിയിടയിൽ തമിഴ് ചെൽവൻ വരികൾ പറയുകയും ചെയ്യുമ്പോൾ ആനന്ദന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അതിഗംഭീരമാണ്. ആകാംക്ഷയും പിരിമുറുക്കവും അഭിമാനവും സന്തോഷാശ്രവും ഒക്കെ ഞൊടിയിടയിലാണ് ആനന്ദനിലൂടെ ലാലേട്ടൻ തൊടുത്തുവിടുന്നത്. സുഹൃത്തിന്റെ കഴിവിൽ അഭിമാനത്തോടെ നോക്കി നിൽക്കവെയാണ് ആനന്ദന്റെ മുഖത്ത് വിവിധ വികാരങ്ങളുടെ പ്രകടനം ഉണ്ടാകുന്നത്. സങ്കടവും സന്തോഷവും കൗതുകവും അത്ഭുതവും ഒക്കെ സ്വിച്ച് ഇട്ടതുപോലെയാണ് ആനന്ദന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നത്. ഒരു സ്ട്രഗ്ലിംഗ് ആക്ടറുടെ വേദനകൾ, അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോഴുള്ള വിഷമവും നിരാശയും, തമിഴ് ചെൽവനുമായുള്ള സൗഹൃദം, ഐശ്വര്യ റായിയുടെ പുഷ്പവല്ലിയോടുള്ള പ്രണയം, അധികാരത്തോടുള്ള തുടക്കത്തിലെ ഭയം, പിന്നീട് അധികാരത്തോടുള്ള ഭ്രമം എന്നിങ്ങനെ ആനന്ദൻ കടന്നുപോയ നിമിഷങ്ങളൊക്കെയും മോഹൻലാൽ എന്ന പ്രതിഭയുടെ അതിസൂക്ഷ്മമായ അഭിനയമാണ് പ്രതിഫലിപ്പിച്ചത്. തന്റെ സിനിമാ യാത്രയിലെ ഏറ്റവും ആകർഷകമായ അനുഭവങ്ങളിൽ ഒന്നെന്നാണ് ഇരുവർ 25 വർഷം തികച്ച സമയത്ത് മോഹൻലാൽ കുറിച്ചത്. തമിഴ്നാട് കണ്ട രാഷ്ട്രീയ ഇതിഹാസങ്ങളായിരുന്ന കരുണാനിധിയുടെയും MGRന്റെയും ജയലളിതയുടെയും രാഷ്ട്രീയ വ്യക്തിജീവിത അംശങ്ങളാണ് ഇരുവരിലെ സാങ്കല്പിക കഥാപാത്രങ്ങളിലൂടെ മണിരത്നം വരച്ചു കാണിച്ചത്. ലോകസുന്ദരി ഐശ്വര്യ റായി വെള്ളിത്തിരയിലേക്ക് എത്തിയതും ഈ സിനിമയിലൂടെയാണ്. ഇരട്ട വേഷത്തിലെത്തിയ ഐശ്വര്യ റായിയുടെയും മോഹൻലാലിന്റെയും രംഗങ്ങൾ ഏറെ പ്രശസ്തി നേടിയിരുന്നു. മരണക്കിടക്കയിലും മറക്കാതെ കൺമണി എന്ന പ്രകാശ് രാജ് തബു കോമ്പിനേഷൻ സീനും ഡയലോഗുമൊക്കെ
പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട രംഗങ്ങളിലൊന്നാണ്. മോഹൻലാലും പ്രകാശ് രാജും മത്സരിച്ച് പരസ്പരം അഭിനയിക്കുകയായിരുന്നു എന്ന തോന്നിപ്പോകുന്ന രംഗങ്ങളാലും സമൃദ്ധമാണ് ഇരുവർ. ഒപ്പം നാസറും ഗൗതമിയും രേവതിയുമെല്ലാം ചിത്രത്തിൽ നിറഞ്ഞാടി. ഇരുവറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സന്തോഷ് ശിവനെയും AR റഹ്മാനെയും ഓർക്കാതെ തരമില്ല. സന്തോഷ് ശിവന്റെ ഫ്രെയിമുകളുടെ ചാരുതയും കഥയുടെ വൈകാരികത ചോർന്നു പോകാതെ രംഗങ്ങളോട് ഇഴചേർന്നു നിന്ന സംഗീതവുമാണ് ഇരുവറിനെ ക്ലാസിക് ചിത്രമാക്കി മാറ്റിയത്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ വരച്ചിട്ട ചിത്രമായതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടി ഇരുവർ നേരിട്ടിരുന്നു. ഒരുപാട് തവണ കത്രിക വെച്ച ശേഷമാണ് ചിത്രത്തിന്റെ ഫൈനൽ ഔട്ട് സെൻസർ ബോർഡിൽ നിന്നും പുറത്തു വന്നത്. പെരിയാർ സ്ഥാപിച്ച ദ്രാവിഡ പ്രസ്ഥാനത്തെ മോശമായി ചിത്രീകരിച്ചു എന്ന ആരോപണം ഇരുവരിനെതിരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അർഹിച്ച അംഗീകാരങ്ങളൊന്നും ചിത്രത്തെ തേടിയെത്തിയില്ല. എന്നാൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ അഭിനയത്തിന്റെയും ഫിലിം മേക്കിങ്ങിന്റെയും പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിക്കാൻ ഇരുവർക്ക് കഴിഞ്ഞു. ഇന്ന് തമിഴിലെ മികച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഇരുവരുമുണ്ട്. മോഹൻലാലിന്റെ പെർഫോമൻസും. മൂന്നാമത്തെ സീൻ ദശരഥത്തിലേതാണ്. സീൻ ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാനാകുമോ എന്ന് ചോദിക്കുന്ന സീൻ തന്നെ. ഡയലോഗ് ഡെലിവറിയും ഫേഷ്യൽ എക്സ്പ്രഷൻസും കൊണ്ട് മാത്രമല്ല, ലാലേട്ടന്റെ വിരലുകൾ പോലും അഭിനയിച്ച മലയാളി മനസ്സുകളെ ഏറെ നൊമ്പരപ്പെടുത്തിയ സീൻ. അമ്മയുടെ സ്നേഹം ലഭിക്കാത്ത, സ്ത്രീകളെ വെറുക്കുന്ന, ബന്ധങ്ങളുടെ വില അറിയാത്ത, മുഴുക്കുടിയനായ, അതിസമ്പന്നനായ, വിചിത്രമായ ആശയങ്ങളുള്ള രാജീവ് മേനോന്റെ അനാഥത്വത്തിന്റെയും ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും നൊമ്പരങ്ങളുടെയും കഥയാണ് ദശരഥം പറഞ്ഞത്. ആ നൊമ്പരത്തിന്റെ ഏറ്റവും ഉയർന്ന ശൃംഗങ്ങളിലേക്കാണ് ക്ലൈമാക്സിലൂടെ എത്തിച്ചേരുന്നത്. ഏറെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് കാത്തിരുന്ന മകനെ മാതൃത്വത്തിന്റെ വില മനസ്സിലാക്കി തിരിച്ചു നൽകേണ്ടി വന്ന രാജീവ് മേനോന്റെ നിസ്സഹായത അനായാസമായി ലാലേട്ടൻ പകർന്നാടി. സുകുമാരിയമ്മ അവതരിപ്പിച്ച മാഗി എന്ന കഥാപാത്രത്തോടുള്ള ക്ലൈമാക്സിലെ ഒറ്റ ഡയലോഗിലൂടെ അയാളുടെ മുഴുവൻ ജീവിതവ്യതയും പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ലാലേട്ടൻ വിജയിച്ചു. അതുവരെ സ്വാർത്ഥനായി പ്രേക്ഷകർ കരുതിയിരുന്ന രാജീവ് മേനോന്റെ മറ്റൊരു മുഖമായിരുന്നു ആ ഡയലോഗിലൂടെ പ്രേക്ഷകർ കണ്ടത്. ഡയലോഗ് ഡെലിവറിക്കൊപ്പം സുകുമാരിയമ്മയുടെ തോളിൽ കൈവച്ച് വിരലുകളുടെ ചെറിയ വിറയലിലൂടെയും ആംഗ്യത്തിലൂടെയും രാജീവ് മേനോന്റെ മുഴുവൻ ഇമോഷൻസും പ്രേക്ഷകർക്ക് കാണിച്ചു തന്ന നിമിഷമായിരുന്നു അത്. സിനിമയിലുടനീളം രാജീവ് എന്ന കഥാപാത്രമായി ലാലേട്ടൻ നിറഞ്ഞാടിയിരുന്നു. രാജീവിന്റെ നടത്തം, സംസാരം, ആംഗ്യവിക്ഷേപങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോവും. ചിത്രത്തിലെ ദയവ് ചെയ്തെന്നെ ഉപദേശിക്കരുത് എന്ന ഡയലോഗും ഹിറ്റാണ്. ഒട്ടുമിക്ക അഭിനേതാക്കളുടെയും പോരായ്മ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മദ്യപാന രംഗങ്ങളിൽ അഭിനയിക്കുമ്പോഴാണ്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഫ്ലെക്സിബിലിറ്റി ഏറ്റവും കൂടുതൽ ആവശ്യമായത് അത്തരം സീനുകൾ കൈകാര്യം ചെയ്യുമ്പോഴാണ്. ആടി ആടി നടന്ന് കുഴഞ്ഞു സംസാരിക്കുന്ന മദ്യപാനിയായാണ് പൊതുവെ മലയാള സിനിമയിലെ ടിപ്പിക്കൽ മദ്യപാനിയെ കാണിക്കുന്നത്. അവിടെയാണ് മോഹൻലാൽ എന്ന നടന്റെ ആക്ടിംഗ് ബ്രില്യൻസ് വർക്ക് ചെയ്യുന്നത്. ക്ലീഷേകൾ ഒഴിവാക്കി തന്മയത്വത്തോടെ സ്വാഭാവികമായിട്ടാണ് ലാലേട്ടൻ രാജീവ് മേനോൻ എന്ന മുഴുക്കുടിയൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ലോഹിതദാസിന്റെ ശക്തമായ തൂലികയിലൂടെയും സിബി മലയിലിന്റെ മികച്ച ഡയറക്ഷനിലൂടെയുമാണ് ദശരഥം എന്ന ചിത്രം പ്രേക്ഷകർക്ക് ലഭിച്ചത്. വാടക ഗർഭപാത്രം എന്ന കോൺസെപ്റ്റ് മലയാള സിനിമയിൽ അധികം പരിചിതമാകുന്നതിന് മുമ്പാണ് അങ്ങനെയൊരു സങ്കീർണ വിഷയം സിബി മലയിലും ലോഹിതദാസും ലളിതമായി അവതരിപ്പിച്ചത്. എടുത്തു പറയാൻ വേറെയും ഒരുപാട് രംഗങ്ങൾ ദശരഥത്തിലുണ്ട്. മുരളിയുടെ ചന്ദ്രദാസുമായി രാജീവ് ആദ്യമായി സംസാരിക്കുന്ന രംഗം, രേഖയുടെ ആനിയെ ആദ്യമായി കാണുമ്പോഴുള്ള രാജീവിന്റെ ഭാവം, കുഞ്ഞനങ്ങി തുടങ്ങിയെന്നും ലക്ഷണം കണ്ടിട്ട് ആൺകുട്ടിയാണെന്ന് തോന്നുന്നുവെന്നും ആനി പറയുമ്പോഴുള്ള രാജീവിന്റെ സന്തോഷ കണ്ണീർ, ലേബർ റൂമിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങുന്ന രാജീവിന്റെ സന്തോഷം, കുഞ്ഞിന്റെ പാൽക്കുപ്പി എടുത്തു കുടിച്ച് രാജീവ് നോക്കുന്ന രംഗം, ഒരുപക്ഷെ ഒന്നുകൂടി ചോദിച്ചാൽ കുഞ്ഞിനെ കിട്ടുമായിരുന്നു എന്ന് പിന്നീട് തോന്നാതിരിക്കാൻ ആനിയോട് അവസാനമായി മകനെ തിരിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന രംഗം എന്നിങ്ങനെ ഹൃദയസ്പർശിയായ ഒട്ടനവധി രംഗങ്ങളുണ്ട് ദശരഥത്തിൽ. മോഹൻലാലിന്റെ മാത്രമല്ല, രേഖയുടെയും മുരളിയുടെയും സുകുമാരി അമ്മയുടെയും മികച്ച പ്രകടനങ്ങൾ ചിത്രത്തിലുണ്ട്. നാലാമത്തെ സീൻ കിരീടത്തിലേതാണ്. മോഹൻലാലിന്റെ കരിയറിൽ ഒഴിച്ചുകൂടാനാവാത്ത ഇമോഷണൽ ഗ്രിപ്പ് നൽകിയ ചിത്രം. കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട പാവൻ രാജകുമാരൻ സേതുമാധവന്റെ സിനിമ. ചിത്രത്തിന്റെ ക്ലൈമാക്സ് സീനിലെ തിലകന്റെ കത്തി താഴെയിടട എന്ന അലർച്ചയും എല്ലാം നഷ്ടപ്പെട്ട സേതുമാധവന്റെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിലും ഇന്നും ആർക്കും മറക്കാനായിട്ടില്ല. സാഹചര്യങ്ങൾ മൂലം തെരുവിൽ ജീവിതം നഷ്ടപ്പെട്ട സേതുമാധവന്റെ നൊമ്പരം മലയാള മനസ്സുകളിലേക്ക് അതേപടി പകർന്നു നൽകിയത് മോഹൻലാൽ എന്ന നടന്റെ അതിഗംഭീര പ്രകടനത്തിലൂടെയാണ്. മോഹൻലാലിലെ നടന്റെ തീഷ്ണതയെ ഏറ്റവും ആഴത്തിൽ മലയാളി പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് ഈ രംഗത്തിലൂടെയാവണം. കുടുംബവും സ്നേഹിച്ച പെണ്ണും ആഗ്രഹിച്ച ജോലിയും ഒക്കെ നഷ്ടപ്പെട്ട സേതുമാധവന്റെ ദൈന്യതയും നിസ്സഹായാവസ്ഥയും ഒരു ഡയലോഗ് പോലുമില്ലാതെ കരച്ചിലൂടെ മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ലാലേട്ടന് കഴിഞ്ഞു. റിയലിസ്റ്റിക് സീൻ കൊറിയോഗ്രാഫി കൊണ്ടും മികച്ചതാണ് ആ രംഗം.
അവസാനത്തെ സംഘടന രംഗം ചിത്രീകരിച്ചത് മോഹൻലാലും സിബി മലയിലും ചേർന്നാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ചിത്രത്തിന് ആക്ഷൻ ഡയറക്ടർ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമാറ്റിക് ഫൈറ്റ് വേണ്ട എന്ന തീരുമാനത്തെ തുടർന്നാണ് മോഹൻലാലും സിബി മലയിലും ചേർന്ന് ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ആ തീരുമാനം പെർഫെക്റ്റ് ആയിരുന്നുവെന്ന് കാലം തെളിയിക്കുകയും ചെയ്തു. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് കിരീടത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് എന്നൊരു കഥയുമുണ്ട്. ആര്യനാട് വെച്ചാണ് ഷൂട്ടിംഗ് നടത്തിയത്. ആ സമയത്ത് നടൻ തിലകൻ വർണ്ണം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലായിരുന്നു. വൈകിട്ട് 5 മണിയോടെയാണ് അദ്ദേഹം കിരീടത്തിന്റെ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരുന്നത്. ആ സമയത്ത് ചാറ്റൽ മഴ തുടങ്ങി. ലൈറ്റ് പോകുമോ എന്ന് അണിയറ പ്രവർത്തകർ ഭയന്നു. ഉടനെ തന്നെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് ആരംഭിച്ചു. വൈകിട്ടായതുകൊണ്ടാണ് സേതുമാധവൻ കരയുന്ന സീൻ ലൈറ്റ് കൂടുതൽ കിട്ടുന്നതിനായി ടോപ്പ് ആംഗിളിൽ ഷൂട്ട് ചെയ്തത്. ആ ഷോട്ട് തന്നെയാണ് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത്. ഒരുപക്ഷെ അന്നത്തെ മഴയും ലൈറ്റും കിരീടത്തിലെ ഏറ്റവും മികച്ച ഷോട്ടിനായി സഹകരിച്ചിരിക്കാം. കിരീടത്തിനേക്കാൾ ഒരുപടി മുമ്പിൽ ചെങ്കോലിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് സിബി മലയിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ചെങ്കോലിൽ സേതുമാധവൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. സേതുമാധവന് ആ തെരുവിലാണ് എല്ലാ സ്വപ്നങ്ങളും ജീവിതവും നഷ്ടപ്പെട്ടത്, എന്നിട്ടൊരു കിരീടവും വെച്ചു തന്നു. ജനലിലൂടെ തെരുവിലേക്ക് നോക്കി വേദന കടിച്ചമർത്തി പറയുന്ന ഡയലോഗാണിത്. ആ തെരുവ് എന്നതുകൊണ്ട് സേതുമാധവൻ ഉദ്ദേശിക്കുന്നത് ഒരു സമൂഹത്തെയാണ്. ആ മുൾക്കിരീടം ചുമക്കുന്ന സേതുമാധവനെയാണ് ചെങ്കോലിൽ ഉടനീളം പ്രേക്ഷകർക്ക് കാണാനാവുക. സത്യത്തിൽ സംവിധായകൻ IV ശശി മമ്മൂട്ടിയുടെ ഒരു ചിത്രത്തിന് ഇടാൻ വെച്ച പേരായിരുന്നു കിരീടം. പിന്നീട് ആ ചിത്രത്തിന്റെ പേര് മുക്തി എന്നാക്കി. ഇതോടെയാണ് കിരീടം എന്ന് ഈ സിനിമയ്ക്ക് പേര് വരുന്നത്. രണ്ടാം ഭാഗം ആലോചിച്ചപ്പോൾ എളുപ്പത്തിൽ ചെങ്കോൽ എന്നതും കിട്ടി. സേതുമാധവനായി അഭിനയിക്കുമ്പോൾ മോഹൻലാലിന് പ്രായം 29 വയസ്സായിരുന്നു. ലോഹിതദാസ് ഈ സിനിമയുടെ കഥയൊരുക്കിയത് യഥാർത്ഥ ജീവിത കഥയിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടാണ്. ചാലക്കുടിയിൽ കുപ്രസിദ്ധനായ കേശവൻ എന്നൊരു റൗഡി ഉണ്ടായിരുന്നു. അയാൾ പലരെയും കൊല്ലുകയും കൈവെട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ളയാളാണ്. ആ പേര് കേട്ടാൽ തന്നെ ആരും വിറയ്ക്കുമായിരുന്നു എന്നാണ് കഥ. അക്കാലത്ത് തിരുവനന്തപുരത്ത് നിന്നും ഒരാശാരി കുടുംബം ചാലക്കുടിയിൽ താമസത്തിനായി എത്തി. ഭാര്യയും 2 പെൺകുട്ടികളും ഒരാൺകുട്ടിയും അടങ്ങുന്ന കുടുംബം. ഒരു ദിവസം കള്ളുഷാപ്പിൽ തന്റെ കള്ളെടുത്ത് കമഴ്ത്തിയ കേശവൻ റൗഡിയെ ആളറിയാതെ ആശാരി പണിസഞ്ചിയിൽ നിന്ന് കൊട്ടുവടിയെടുത്ത് തലക്കടിച്ചു. കേശവൻ മലർന്നടിച്ചു വീണു. അതോടെ അടുത്തു നിന്നവർ വിളിച്ചു പറഞ്ഞത് കേശവൻ വീണു, റൗഡി കേശവൻ വീണു എന്നായിരുന്നു. അപ്പോഴാണ് താൻ അടിച്ചയാൾ കേശവൻ റൗഡിയാണെന്ന് ആശാരി അറിഞ്ഞത് തന്നെ. ഈ ഒരു സംഭവ കഥയാണ് ലോഹിതദാസ് സിനിമയ്ക്കായി മാറ്റിയെടുത്തത്. ആശാരിയുടെ സ്ഥാനത്ത് പോലീസ് കോൺസ്റ്റബിളായ അച്യുതൻ നായരും മകനായി സേതുമാധവനും എന്ന് മാറ്റി അദ്ദേഹം കഥയൊരുക്കുകയായിരുന്നു. 5ാമത്തെ രംഗം വാനപ്രസ്ഥത്തിലേതാണ്. ചെറുചലനങ്ങളിൽ പോലും സൂക്ഷ്മത കൈവരിച്ച ലാലേട്ടൻ വിസ്മയ നടനം കാഴ്ചവെച്ച ചിത്രമാണ് വാനപ്രസ്ഥം. കഥകളി നടനായ കുഞ്ഞിക്കുട്ടനെ അവതരിപ്പിക്കുന്നതിലൂടെ അദ്ദേഹം മികച്ച നടനുള്ള നാഷണൽ അവാർഡ് സ്വന്തമാക്കിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അറിഞ്ഞോ അറിയാതെയോ ലാലേട്ടൻ ചെയ്തു വെച്ച ചില കാര്യങ്ങൾ ആ കഥാപാത്രത്തെ ഏറെ വിശ്വസനീയമാക്കിയെന്ന് പിന്നീട് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരു കഥകളി കലാകാരനായി അഭിനയിക്കുക എന്നത് ഒട്ടും എളുപ്പമല്ല. പക്ഷെ ആ വെല്ലുവിളി ഏറ്റെടുക്കാനും മറ്റൊരാൾക്കും തൊടാൻ കഴിയാത്ത ഉയരത്തിൽ ആ കഥാപാത്രത്തെ ചെയ്തു വെക്കാനും ലാലേട്ടന് സാധിച്ചു. ചിത്രത്തിലെ നിരവധി സീനുകൾ ഗംഭീരമാണെങ്കിലും എടുത്തു പറയേണ്ടത് ക്ലൈമാക്സിലെ പ്രകടനം തന്നെയാണ്. ആ രംഗത്തിലെ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ചെറുതെന്ന് തോന്നിക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റി പിന്നീട് ലാലേട്ടൻ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ക്ലൈമാക്സിൽ പൂതന വേഷത്തിൽ കുഞ്ഞിക്കുട്ടൻ മരിക്കുന്ന സമയത്ത് മൂക്കുത്തിയുടെ ചലനം അറ്റുപോവുകയും പതിയെ പുറകോട്ട് മറിഞ്ഞു വീഴുകയും ചെയ്യുന്ന രംഗത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആദ്യം ആ മൂക്കുത്തി ആടുകയും പിന്നീട് പൂതനാമോക്ഷത്തിന്റെ സമയത്ത് ആട്ടം പതിയെ നിശ്ചലമാവുകയും ചെയ്യുന്നുണ്ട്. ആ രംഗം മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ഗംഭീര നിമിഷങ്ങളിൽ ഒന്നാണ്. അത് താൻ പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെന്നും ആ സമയത്ത് ഒരുപക്ഷെ ഡീപ് ബ്രെത്ത് എടുക്കുകയോ ശ്വാസം പിടിച്ചു വെക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാകാം എന്നുമാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. കഥാപാത്രത്തെ അത്രമേൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ അറിയാതെ പോലും ഇത്തരത്തിലൊരു സൂക്ഷ്മാഭിനയം കാഴ്ചവെക്കാനാകൂ. അനുഗ്രഹീത കലാകാരനായ കുഞ്ഞിക്കുട്ടന്റെ ശാപജന്മവും ആ ജീവിതത്തിന്റെ ആട്ടവിളക്കണയുന്ന നേരവും കൂടിച്ചേർന്നതാണ് വാനപ്രസ്ഥം. വലിയൊരു മനക്കിലെ ആശ്രിതനായി വളർന്ന കുഞ്ഞിക്കുട്ടൻ അടിച്ചുതളിക്കാരിക്ക് വലിയ നമ്പൂതിരിയിൽ പിറന്ന മകനായിട്ടും അച്ഛനാരെന്ന് അറിയാത്തവനെന്ന അപമാനത്താൽ നീറി ജീവിക്കുകയാണ്. ജന്മസിദ്ധമായി ലഭിച്ച കലാവാസനയെ പിതാവ് തള്ളിപ്പറഞ്ഞതിന്റെ നൊമ്പരവും സമാധാനമില്ലാത്ത ജീവിതവുമായി അസ്വസ്ഥനായിരുന്ന കുഞ്ഞിക്കുട്ടന്റെ ജീവിതത്തിൽ ഭാര്യയും കുറ്റപ്പെടുത്തലുകളുടെ കെട്ടാണ് നൽകിയത്. മകൾ മാത്രമാണ് അയാളുടെ ആശ്വാസം. ജീവിതത്തിൽ ആദ്യമായി അയാൾ പ്രണയം അറിയുന്നത് ദിവാന്റെ മരുമകളും വിദൂഷിയുമായ സുഭദ്രയെ പരിചയപ്പെടുമ്പോഴാണ്. കുഞ്ഞിക്കുട്ടൻ എന്ന നിന്ദിതനായ മനുഷ്യനായാണ് അയാൾ സുഭദ്രയെ സ്നേഹിച്ചത്. പക്ഷെ അവൾ സ്നേഹിച്ചതും കാമിച്ചതും കുഞ്ഞിക്കുട്ടനെ ആയിരുന്നില്ല, അയാൾ കെട്ടിയാടിയ വേഷത്തിലെ അർജുനനെ ആയിരുന്നു. അവർക്ക് പിറന്ന മകൻ സുഭദ്രയ്ക്ക് അർജുനപുത്രനായ അഭിമന്യു ആയിരുന്നു. സ്വന്തം മകനെ കാണാനാവാതെ, കത്തുകൾക്ക് മറുപടി കിട്ടാതെ,
നൽകാനാകാതെ ബാക്കിയായ വാത്സല്യം നെഞ്ചിൽ കെട്ടി ഒടുവിൽ ഒരു ദിവസം അരങ്ങിൽ കുഞ്ഞുകുട്ടൻ ഹൃദയം നിലച്ച് മരിച്ചു വീഴുകയാണ്. അധികം ഡയലോഗുകളില്ലാതെ ഇത്രയും വികാരങ്ങൾ പ്രകടിപ്പിക്കുക എന്നത് ഒട്ടും എളുപ്പമല്ല. എന്നാൽ മോഹൻലാൽ എന്ന പ്രതിഭയ്ക്ക് ഇതെല്ലാം അനായാസമാണ്. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് മോഹൻലാലിന് ഭയമുണ്ടായിരുന്നു എന്നാണ് സംവിധായകൻ ഷാജി എൻ കരുൺ പറഞ്ഞിട്ടുള്ളത്. കഥകളി കലാകാരന്മാരുടെ മുമ്പിൽ ലാലേട്ടൻ പേടിച്ചാണ് നിന്നിരുന്നത്. അവരും അങ്ങനെ തന്നെ. അവർക്കിടയിലെ കെമിസ്ട്രി വളരെ മികച്ചതായിരുന്നു. ഏറ്റവും നല്ലത് കൊടുക്കണം എന്ന ആഗ്രഹമായിരുന്നു ഇരു കൂട്ടർക്കും ഉണ്ടായിരുന്നത്. മറ്റുള്ളവർ പറയുന്നതല്ലാതെ താൻ ചെയ്തത് നന്നായി എന്ന് ഒരിക്കലും മോഹൻലാൽ പറയില്ല. ഇനിയും മികച്ചത് തരാൻ കഴിയുമെന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടെന്നും ഷാജി എൻ കരുൺ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലാലേട്ടന്റെ മികച്ച 5 രംഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ലാലേട്ടന്റെ പെർഫോമൻസ് ഒരിക്കലും 5 എന്ന നമ്പറിൽ ഒതുക്കി നിർത്താനാവില്ല എന്ന് ഉറപ്പാണ്. തന്മാത്ര, പവിത്രം, ഭ്രമരം തുടങ്ങിയ സിനിമകളൊക്കെ ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടവ തന്നെയാണെന്നതിൽ സംശയമില്ല. അഹം, കമലദളം, ഭരതം, കാലാപ്പാനി, സ്ഫടികം, രാജാവിന്റെ മകൻ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, തൂവാനത്തുമ്പികൾ, ചിത്രം, താളവട്ടം, തേന്മാവിൻ കൊമ്പത്ത്, പഞ്ചാഗ്നി, ദേവദൂതൻ, ഗുരു എന്നിങ്ങനെ നീളുകയാണ് ലാലേട്ടൻ മികച്ചതാക്കിയ വേഷങ്ങൾ. ഇക്കൂട്ടത്തിൽ വിട്ടുപോയവയും ഉണ്ടാകാം. അങ്ങനെ തോന്നിയ രംഗങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. ഒപ്പം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് തോന്നിയ രംഗങ്ങളും കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സമയം മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. ഇനി മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച 5 സീനുകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.